അങ്ങനെ നമ്മളുടെ സ്വയംവരത്തിൻ്റെ ക്ലൈമാക്സ് എത്തിയിരിക്കുകയാണ്. ശാരിക എല്ലാം നഷ്ടപ്പെട്ട് തരിപ്പണമായി ഇരിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഇന്ദിര കടന്നു വരുന്നത്. കൊല്ലാൻ തന്നെയാണ് ഇന്ദിര മേഡം വരുന്നത് എന്നുള്ള കാര്യം ശാരിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളാകെ അമ്പരന്ന് നിൽക്കുമ്പോഴും ഇന്ദിര മേഡം അവരുടെ തോക്കാണെങ്കിൽ ശാരികയുടെ നെറ്റിയിൽ കൊണ്ടുവന്ന് മുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ട് ചെയ്യും എന്ന മട്ടിൽ അവളെ ഇട്ട് കളിപ്പിക്കുന്നുണ്ട്. ശാരിക ആണെങ്കിൽ പേടിച്ച് ഉറച്ചു നിൽക്കുന്നു. ഇന്ദിര മേഡം കൈവിറക്കാതെ തന്നെ ശാരികയെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. പിന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അവിടെ നിന്ന് പോകുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഡൊമിനിക് സാർ രാഗിയെ വിളിച്ച് കാര്യം പറയുന്നത്. ആകെ ഒരു അമ്പരപ്പും മരവിപ്പും ഞെട്ടലോടും കൂടെ ആ വാർത്ത കേൾക്കുകയാണ് നമ്മുടെ രാഗി. ഇതേ തുടർന്ന് ഡൊമിനിക് സാറിന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് രാഗി നോക്കി നിൽക്കുകയാണ്. ഡൊമിനിക് സാർ അങ്ങോട്ട് ചെല്ലുമ്പോൾ പോലീസുകാരെല്ലാം സല്യൂട്ട് അടിക്കുന്നു. വാ രാഗി എന്ന് പറഞ്ഞിട്ട് ഡൊമിനിക് രാഗിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ഡൊമിനിക് സാറിന്റെ മനസ്സിൽ ഓർമ്മകളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. രാഗി പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. ശാരികയുടെ വിവാഹവും കോളേജ് ക്യാമ്പസ് ജീവിതവും അതിനുശേഷം താൻ സഹായിച്ചതും ജീവിതം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവൾക്ക് താലി എടുത്തു കൊടുക്കുന്നതും കഴുത്തിൽ അവളോട് കെട്ടുന്നതിനായി പറയുന്നതും എല്ലാം എല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം ദുരന്തം സംഭവിച്ചതും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും രാജീവിൻ്റെ ഭാര്യയായി അവൾ അഭിനയിക്കുന്നതും എല്ലാം മനസ്സിലേക്ക് തിങ്ങി നിറഞ്ഞു വരുന്നു. അതൊക്കെ കണ്ടിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ രാഗി നിൽക്കുന്നു. അതേസമയം രാജീവിനെ കൊണ്ട് പണ്ട് താലി കെട്ടിപ്പിച്ചത് രംഗവും മനസ്സിലേക്ക് വരികയാണ്. രാഗിക്ക് ഒത്തിരി സങ്കടമാകുന്നു. ശാരികയെ വെള്ള പുതപ്പിച്ച് ഇന്ദിര മേഡം അവിടെ കിടത്തി കഴിഞ്ഞു. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശാരികയ്ക്ക് രാഗിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ശാരിക രാഗിയോട് പറഞ്ഞതും സ്നേഹം കാണിച്ചതുമെല്ലാം മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് ശത്രുതയായതും ഓർമ്മയിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി വന്നതിനെ തുടർന്ന് തൻ്റെ കൂടപ്പിറപ്പായ നമ്മുടെ ശാരികയോട് എന്നേക്കുമായി വിട പറയുകയാണ് നമ്മുടെ രാഗി. ഇതേസമയം ഇന്ദിര മേഡം ജയിലിലേക്ക് പോകാൻ തയ്യാറായി മുകളിൽ നിന്ന് താഴേക്ക് വരികയും ചെയ്യുന്നു. രാഗിക്കും മാർഗരറ്റിനും ഒക്കെ ഭയങ്കര സങ്കടമുണ്ട്. അവരുടെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് താഴെ വെക്കുന്നു. ശേഷം രാഗിയോട് പറയുന്നുണ്ട്, അതെ, നിന്റെ മക്കളെ നന്നായി വളർത്തി എല്ലാ പ്രതീക്ഷകളും അവരിലുണ്ടാകണം. ഒപ്പം നിന്ന് ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിൽ വിചാരിച്ചു, എല്ലാം അവസാനിപ്പിച്ചിട്ട് പഴയതുപോലെ ഇവിടം വിട്ടിട്ട് പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന്. പക്ഷേ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ മറ്റൊരിടത്തേക്കാണ് പോകുന്നത്. അതിലെനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല. കാരണം ഈ വിധി ഞാൻ തിരഞ്ഞെടുത്തത് തന്നെയാണ്. നിങ്ങളാരും വിഷമിക്കരുത്. ഞാൻ ഇനി നമ്മൾ കാണുമോ എന്ന് പറയുന്നില്ല. നമ്മൾ ആദ്യമേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രാഗിയോട്, എന്തു വന്നാലും നിന്നെ ഞാൻ കൂടെ നിർത്തും. ആ പ്രതീക്ഷ ഞാൻ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനായിരിക്കും ജീവിതത്തിൽ തോറ്റുപോകുന്നത്. രാഗി, നീ സമാധാനമായിട്ടിരിക്കെ. രാജീവൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. അത് വെറും പ്രതീക്ഷയല്ല, നിന്നെയും മക്കളെയും ചേർത്ത് പിടിക്കാൻ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഇന്ദിര വിശ്വനാഥൻ്റെ ഉറപ്പാണ്. ശേഷം ഇന്ദിര മേഡം അവിടെ ഇരിക്കുന്ന ഡോക്യുമെന്റ്സ് കയ്യിലെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രാഗിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ദേ, ഇതെന്താണെന്നറിയാമോ? എൻ്റെ ബിസിനസ്, കോളേജ്, അങ്ങനെ എസ്റ്റേറ്റുകൾ എല്ലാത്തിൻ്റെയും ഡോക്യുമെന്റ്സ് ആണ്. അതായത് ഇനി മുതൽ നീയായിരിക്കും ഇതെല്ലാം ഭരിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ സ്കൂളിൻ്റെ ചുമതല
ഇനി നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ അത് കൃത്യമായി നടപ്പിലാക്കണം. ഇതൊക്കെ കണ്ട് തകർന്നു പോയിരിക്കുകയാണ് രാഗി. നീ ഇത് മേടിച്ചില്ലെങ്കിൽ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകും. അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നിന്റെ കൂടെ സഹായത്തിന് മാർഗരറ്റ് എന്നും ഉണ്ടാകും. ആ സമയത്ത് മേടിക്കാനായിട്ട് രാഗിയോട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് നമ്മുടെ മാർഗരറ്റ്. ഒടുവിൽ രാഗി അത് വേടിക്കുകയും ഉറച്ച മനസ്സോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അടുത്തത് എനിക്ക് യാത്ര പറയാനുള്ളത് മാർഗരറ്റിനോടാണ്. അവളുടെ അടുത്തേക്ക് വന്ന് ഇന്ദിര മാഡം പറയുന്നു, എൻ്റെ എല്ലാ വാശിക്കും കൂട്ടുനിന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ മാർഗരറ്റ്, ഒരിക്കലും നിന്നെ എനിക്ക് മറക്കാൻ സാധിക്കില്ലടോ. അപ്പോഴേക്കും മാർഗരറ്റ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും പൊട്ടിക്കരയുന്നു. ഇനി നിനക്ക് കൂടെ എന്നും രാഗി ഉണ്ടാകും. അതിനുശേഷം ചിന്നു തൻ്റെ സഹോദരനോട് പറയുന്നുണ്ട്, അമ്മയെ നോക്കാൻ. ഇതേ സമയം അമ്മയെ കരയിപ്പിക്കരുത്. അമ്മയുടെ ആഗ്രഹപ്രകാരം നന്നായി പഠിക്കണം, നല്ല ഉയർന്ന ജീവിതത്തിൽ എത്തണം. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് നമ്മുടെ ഇന്ദിര മാഡം പറയുന്നു. നിങ്ങളെ വിട്ടു പോകാൻ എനിക്കാവില്ല എങ്കിലും മരണം വരെ ഞാൻ എവിടെയായിരുന്നാലും നിങ്ങളെ ഓർമ്മിക്കും, മറക്കില്ല എന്നൊക്കെ പറയുന്നു. രാഗി ഈ സമയത്ത് ഇന്ദിര മാഡത്തെ വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ യാത്രാമൊഴിയാണ്. അതിനിടയ്ക്ക് തന്നെ ഇന്ദിര മാഡം രാഗിക്കൊരു ഉമ്മ കൊടുക്കുന്നു. ഈ സമയത്ത് ഇന്ദിര മാഡം പോകുന്നത് കാണുന്ന രാഗി പൊട്ടിക്കരയുകയാണ്. ഇതേ സമയം ഡൊമിനിക് സാർ വരികയാണ്. ഇന്ദിരയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് സാറിനും ഒരുപാട് സങ്കടമുണ്ട്. ഇന്ദിര മാഡം ഡൊമിനിക്കിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയും ഇരു കൈ നീട്ടുകയും ചെയ്യുന്നു. വിലങ്ങ് വെക്കൂ ഡൊമിനിക് സാർ. വളരെയധികം സങ്കടത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഇത് സ്വീകരിച്ചത്? നിയമപരമായി തന്നെ ശാരികയെ കീഴ്പ്പെടുത്താമായിരുന്നില്ലേ? അവളെ അകത്താക്കാമായിരുന്നു. എങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വരുമായിരുന്നോ? ഇത് കേട്ട് ഇന്ദിര മാഡം പറയുന്നുണ്ട്, മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന രണ്ടുപേരുണ്ട്. അതാണ് രാഗിയും രാജീവനും. അവരുടെ ജീവിതത്തിന് തടസ്സമായി നിന്നത് ആ ശാരികയാണ്. അതുകൊണ്ട് തന്നെ ശാരികയെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള തടസ്സം ശാരിക മാത്രമാണ്. അത് ഞാൻ അങ്ങോട്ട് നീക്കിക്കൊടുത്തു. അവൾ ഇല്ലാതായി കഴിഞ്ഞു. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ ഒരുമിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും നീട്ടുകയാണ്. വനിതാ കോൺസ്റ്റബിൾ ആണെങ്കിൽ അങ്ങോട്ട് വന്ന് വിലങ്ങ് വെക്കുന്നു. അത് കണ്ട് ടോണി പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഇന്ദിര മാഡത്തിൻ്റെ കയ്യിലേക്ക് വിലങ്ങ് വെക്കണ്ട. ഇതേ തുടർന്ന് കാറിലേക്ക് കയറ്റുന്ന ഇന്ദിര മാഡം നിറകണ്ണുകളോടെ യാത്രയാവുകയാണ്. രാഗിയും ആ വാഹനം പോകുന്നത് നോക്കി നിൽക്കുന്നു. ഒടുവിൽ ആ സമയത്ത് രാഗിയുടെ മൊബൈലിലേക്ക് ഫോൺ വരികയാണ്. രാഗി അത് എടുക്കുകയും ചെയ്യുന്നു. പരിചയമില്ലാത്ത നമ്പറാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ രാജീവനാണ് വിളിക്കുന്നത്. രാഗി എന്നാണ് ആ വിളി. ആ വിളി കേട്ടപ്പോൾ തന്നെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രാഗി. ഇതേ തുടർന്ന് രാജീവേട്ടൻ എവിടെയാ? ഞാൻ സിറ്റിയിൽ എവിടെയോ ഉണ്ട്, ഡൊമിനിക് സാർ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയണം. ആ സമയം രാജീവ് പറയുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വരാം. രാഗിയോടും മക്കളോടും കൂടെ ഞാനുണ്ടാകും രാജീവേട്ട. ഇതുവരെ ഉള്ളതെല്ലാം അനുഭവിച്ചു തീർത്തു. എല്ലാം ഈ ഒരൊറ്റ പറച്ചിലിൽ തന്നെ അലിഞ്ഞു പോയിരിക്കുന്നു. എന്തായാലും രാജീവേട്ടൻ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എന്നുമുണ്ട്. ഇനി അതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. രാജീവേട്ടൻ എവിടെയാണ് എന്ന് വേഗം പറയൂ. രാജീവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഉള്ളത് ശാരിയുടെ വീട്ടിലാണ്. അപ്പോഴേക്കും പഴയ കാലം ഓർമ്മ വരികയാണ്. പണ്ട് രാജീവനും രാഗിയും ഒന്നിച്ചുള്ള ആ സമയം, രാജീവൻ പൂ കൊടുക്കുന്നതും രാഗിയെ ചേർത്ത് പിടിക്കുന്നതും തമാശകളും കളിയും ചിരിയും നിറഞ്ഞ ആ
സന്തോഷകരമായ അനുഭവങ്ങൾ, പിണക്കങ്ങൾ എല്ലാം മാറിയിരിക്കുന്നു. ഇതേ തുടർന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് രാജീവൻ പറയുന്നു. രാവിലെ വീട് ഒരുക്കി ഇടണം. എന്തായാലും ഞാൻ ഉടൻ തന്നെ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. രാഗി പുതിയ പ്രതീക്ഷകൾ ആലോചിച്ച് നിൽക്കുകയാണ്. രാഗിയുടെ മനസ്സിൽ പഴയകാല പ്രണയങ്ങൾ തിരതല്ലുന്നു. ഇനി രാഖിക്ക് പുതിയൊരു ജീവിതം. ആ ജീവിതം സന്തോഷവും അതുപോലെ തന്നെ പ്രതീക്ഷകളും എല്ലാം അവളുടെ മനസ്സിൽ നിറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ഇന്ദിരാ മേഡത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല രാഖിക്ക്. ഇതേ തുടർന്ന് കൊച്ചു ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ ആദ്യമായിട്ട് കാണിച്ചത് രാഖിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൽ രാജീവനും മക്കളും സർപ്രൈസ് കൊടുത്തതുമെല്ലാം കാണിച്ചുകൊണ്ടാണ് സീരിയൽ അവസാനിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിഥി വന്നു. ശാരികയെക്കുറിച്ചാണ് പറയുന്നത്. വലതുകാലെടുത്ത് വെച്ച് കയറിയതിനു ശേഷം അവളുടെ പ്ലാൻ പ്രകാരം രാജീവിനെ സ്വന്തമാക്കുന്നതും രാജീവിനെ തോരാ കണ്ണീരിലേക്ക് പറഞ്ഞു വിടുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആവശ്യമില്ലാതെ ആരെയും കുടുംബത്തിലേക്ക് വലിച്ച് കയറ്റാൻ പാടില്ല എന്ന് തന്നെയാണ്. നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകും. ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. രാജീവൻ പറയുന്നു. ഈ പറയുന്നതാണ് അവസാന ഭാഗമായി കാണിച്ചിട്ടുള്ളത്. എന്തായാലും സ്വയംവരം ഇവിടെ അവസാനിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.